അനിമോൾ പറഞ്ഞൊരു അലിഗേഷൻ, ജിസയിൽ ആര്യൻ അവരുടെ റിലേഷൻഷിപ്പ് ഏതെങ്കിലും രീതിയിൽ തെറ്റായിട്ടുള്ള റിലേഷനാണ് താങ്കൾക്ക് ഒരു 62 ദിവസം അവിടെ നിന്ന് തോന്നിയിട്ടുണ്ട്? അവരെന്തോരം ചെയ്തോട്ടെ, ഹൂ കെയർസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ നിലപാടാണ്, ഹൂ കെയർസ്. ജിസേലും ആര്യനും എൻ്റെ ഫ്രണ്ടാണ്, അനുമോളും എൻ്റെ ഫ്രണ്ടാണ്. ഇവരെല്ലാവരെയും ഞാൻ ഒരേ രീതിയിലാണ് കാണണം. മനസ്സിലായി? അവരുടെ ഗെയിം, നമ്മളിപ്പോൾ ഒരു ഗെയിമർ എന്നുള്ള നിലക്ക് അവരുടെ സ്ട്രാറ്റജി പൊളിക്കാൻ നോക്കും, അതിന് പലതും പറയും. മനസ്സിലായി? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ലേ, 7ൻ്റെ പണിയിൽ സിലബസിൽ വരുന്ന സാധനങ്ങളല്ല, ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 7ൻ്റെ പണിയിൽ. പക്ഷെ നേരത്തെ ഉള്ള സിലബസിലുള്ളതാണ് ലൗ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് പിടിക്കണവർ ചിലപ്പോൾ അതായിരിക്കും അവരുടെ ഗെയിം. അപ്പോൾ നമ്മളത് വിളിച്ചു കൊടുക്കണം. കാരണം ഒരാളെ വീക്കാക്കി കഴിഞ്ഞാൽ ആളെ മറ്റാൾ പോവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ലാസ്റ്റ് നോമിനേഷനിൽ ഇപ്പോൾ ജിസേലിനെ പറഞ്ഞ ജിസേൽ ഇന്നോ നാളെ പോവും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ ഗെയിമല്ലേ, നമുക്ക് ഗെയിമിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആൾക്കാരെ കളയണ്ടേ? അപ്പോൾ ആൾക്കാരെ വെറുതെ അവിടെ നിർത്തുമോ? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈസി ആയിട്ട് ആൾക്കാരെ അവിടെ വെക്കും. ഇപ്പം ജിഷിൻ ഇല്ലേ, ജിഷിൻ വയൽക്കാട്ടിൽ വന്നില്ലേ, ജിഷിൻ, പ്രവീൺ, മസ്താനി, സാവമാൻ, ലക്ഷ്മി. അതിൽ ജിഷിനെ ഒരിടത്തൊരിടത്ത് ജയിപ്പിച്ചാണ് ഞങ്ങൾ. അറിയോ? ഞങ്ങളവിടെ ജയിപ്പിച്ചാണ് ജിഷിനെ. കാരണം ജിഷിനെ കളയാൻ ഈസിയാണ്. ബാക്കി 4 പേരെ എവിക്ഷനിലിടുക. അതുകൊണ്ട് പോയില്ലേ, മസ്താനിയും പ്രവീണും പോയില്ലേ. അത്രേ ഉള്ളൂ, അതാണ് കളി. ഞാൻ അൺഫെയർ എന്നൊന്നും പറയില്ല, അതൊക്കെ പ്രേക്ഷകർ തീരുമാനമുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഹാപ്പിയാണ്. ബിഗ് ബോസിനോട് അതീവ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ബിഗ് ബോസ് എന്നുള്ളൊരു മനുഷ്യനെ ഞാൻ മിസ് ചെയ്യും. ഓക്കെ, ബിഗ് ബോസിനോടും ഏഷ്യാനെറ്റിനോടും ജിയോ ഹോട്ട്സ്റ്റാറിനോടും എൻ്റെ മോൾ ഷൈനോടും എനിക്ക് പറയാനുള്ളത് നന്ദി മാത്രമേ ഉള്ളൂ. ഈ ഒരു കൺക്ലൂഷൻ ജിസേൽ ആര്യൻ്റെ സൗഹൃദത്തെ നിങ്ങൾ തന്നെ പിന്നീട് രാത്രി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ സൗഹൃദത്തിൽ ലവ് ട്രാക്കിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ടോ, അല്ലെങ്കിൽ വേറെ? ഞാൻ അതാ പറഞ്ഞ, എൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് പൊളിക്കാന്നുള്ളതാണ്. അപ്പോൾ ലവ് ട്രാക്ക് എന്നുള്ള സ്ട്രാറ്റജി നാട്ടുകാർക്ക് ഇട്ടുകൊടുത്താലേ എനിക്ക് പൊളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു 63 ദിവസം ബിഗ് ബോസ് ഹൗസിലാണ്, അതിൻ്റെ സന്തോഷം എത്രത്തോളം? ഇപ്പോഴും ഉണ്ട്, ഭയങ്കര സന്തോഷം. അതായത് നമ്മൾ പ്രേക്ഷകരുടെ സപ്പോർട്ടോടെ തന്നെയാണ് ഈ 63 ദിവസം അവിടെ നിൽക്കാൻ പറ്റിയത്. ഈ പറഞ്ഞ പോലെ എന്താണ് അതിൻ്റെ പേര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ FC ബോയ് ആയിട്ട് അതിനകത്ത് കയറി, ഞാൻ ഒരു ബിഗ് ബോസ് ലെജൻഡായിട്ട് ഇറങ്ങി. അപ്പോൾ അതിനൊരു സന്തോഷമുണ്ട്. നമ്മൾ ഇത്ര നാൾ ടി വിയിൽ കണ്ട് ഈ ഗെയിം കളിക്കണം, ഈ ഗെയിമിൽ കയറണം, അത് അത്രയും ഒരു ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഓരോ ആഴ്ചയിലും നമ്മൾ എൻ്റെ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ലാലേട്ടനായിട്ടൊക്കെ 9 ആഴ്ചയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റിയപ്പോഴും അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഏഷ്യാനെറ്റിനോടും ഈ പറഞ്ഞ പോലെ ജിയോ ഹോട്ട്സ്റ്റാറിനോടും എൻ്റെ മോൾ ഷൈനോടും നമുക്കൊരു അതീവ കടപ്പാടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരുപാട് പേര് കൊതിക്കുന്നൊരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് വരാൻ പറ്റി. നമുക്കവിടെ നന്നായിട്ടുള്ള മികച്ചൊരു പ്ലെയർ ആകാൻ പറ്റി, ഒരു സ്ട്രോങ് പ്ലെയർ ആകാൻ പറ്റി. ഈ പറഞ്ഞ പോലെ അതൊരു എന്താണ് അതിൻ്റെ പേര്, നല്ല രീതിയിൽ തന്നെ എന്താണ് അതിൻ്റെ പേര്, എനിക്കൊരു എൻ്റെ ഒരു പ്രസൻസ് അവിടെ ഫീൽ ചെയ്യിക്കാൻ പറ്റി. മലയാളി പ്രേക്ഷകരോട് 1000 നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്തവിടെ നിർത്തിയതിന്. നമ്മുടെ എന്താണ് ഫോട്ടോ കൊച്ചിയിൽ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് വേറെ, ഒരു സ്നേഹം വേറെ. എൻ്റെ വീട്ടിൽ നിന്നുള്ള ഫാമിലി വീക്കിൽ എനിക്ക് അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ വരണം എന്നുള്ളത്. അമ്മയും അനിയനൊക്കെ വന്നപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ബിഗ് ബോസ് എന്നുള്ളൊരു ഗെയിം ഇത്രയും കാലം കളിക്കാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു എന്തായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാനും അഭിലാഷും കൂടി നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഈ പറഞ്ഞ പോലെ നെവിനൊരു അനിയനെ പോലെയാണ്. ഇപ്പോൾ എപ്പോഴും നെവിൻ വരും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വൈബ് പിടിക്കാൻ വേണ്ടി ഷാനവാസ് വരും. ഷാനവാസ് ഞങ്ങളുടെ കൂടെയും വൈബ് പിടിച്ച് പിന്നെ അങ്ങനെ ആദ്യം ഈ പറഞ്ഞ പോലെ ഈ 4 പേരായിരുന്നു കൂടുതൽ ഈ രാത്രി സമയത്ത് ഇരിക്കുക. അവിടെ ഈ രാത്രി ഇരുന്ന് നേരത്തെ എഴുന്നേറ്റ് ഭ്രാന്തന്മാരാണെന്ന് വരിക ആൾക്കാർ. ഏറ്റവും രാത്രി വരെ ഇരുന്നിട്ട് പിന്നെ അതിരാവിലെ എഴുന്നേറ്റ് സ്ട്രെച്ചിങ് ചെയ്ത് ഞങ്ങൾ കുറേ എക്സസൈസ് ഒക്കെ ചെയ്തിരിക്കും. കാരണം ഞങ്ങൾ അത് ഈ എല്ലാവരും 7ൻ്റെ പണിയാണല്ലോ. ഞങ്ങൾക്കായിരിക്കും നമ്മുടെ ഇഷ്ടമുള്ള വസ്ത്രമൊന്നും ഇല്ല, ഭക്ഷണവും ഇല്ല. അപ്പോൾ അവിടെ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു കൂട്ട് ഉണ്ടാവും എപ്പോഴും. നമുക്ക് എന്തായാലും ഒരുമിച്ച് കളിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സാധനങ്ങൾ കിട്ടും എന്നുള്ള രീതി. അല്ലാതെ എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം പ്ലെയേഴ്സാണ്. ഒരിക്കലും ഒരു കോംബോ കളിക്കാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് അതിൻ്റെ പേര്, ഞാനും അഭിലാഷായാലും തന്നെ നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങൾ ഗെയിമിൽ അങ്ങോട്ട് കട്ടക്ക് നിൽക്കും, എതിർത്ത് നിൽക്കും. ചിലപ്പോൾ ചില അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ അഭിലാഷിനെ ആയിട്ട് ഒട്ടക്കാറുണ്ട് ചില കാര്യത്തിലൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്നാലും ഒരുമിച്ച് ഈ പറഞ്ഞ പോലെ ബെഡിൽ വന്ന് കിടക്കുമ്പോൾ ഞങ്ങളുടെ രീതിയിൽ ഗെയിം അനലൈസ് ചെയ്യും. ഞങ്ങൾ നോമിനേഷൻ ഒന്നും ഡിസ്കസ് ചെയ്യും, അങ്ങനത്തെ ചിലപ്പോൾ സെയിം നോമിനേഷൻ ഒരിക്കലും വരാറില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ കുറേ ഡിസ്കഷൻ നടത്തും, ഗെയിം സ്ട്രാറ്റജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ദിവസം ഞങ്ങൾ പറഞ്ഞു, എടാ എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് ടാസ്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് രാത്രി വന്നിട്ട് സംസാരിക്കാൻ ഒരു ബന്ധം വേണം. അത് ഞാനും അഭിലാഷും തമ്മിലുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചുറ്റിപ്പറ്റുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും.
പക്ഷേ ഈ ഷാനവാസ് നിങ്ങളുടെ അടുത്ത് നിന്നൊരു അവസരവാദിയായിട്ടാന്ന് വെച്ചാൽ നിങ്ങളെ കുറേ നാൾ നിങ്ങൾ ഉപയോഗിച്ചു, അതിനുശേഷം അല്ലെങ്കിൽ അടുത്തൊരു അങ്ങനെ അവസരങ്ങൾ നോക്കി പോകുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ എല്ലാ ദിവസം ബിഗ് ബോസ് കാണുന്ന ഒരാളായതുകൊണ്ട് കുറേ ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കും, അത് കഴിഞ്ഞിട്ട് മാറി നിന്നിട്ട് പറയും നിങ്ങൾ ശരിയല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ഇപ്പം നിങ്ങൾ തന്നെ ഒരു അവസരങ്ങൾ മുതലെടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും നിൽക്കുന്നത്. പക്ഷെ പുറത്തേക്ക് വേറൊരു മെയിൽ ഷോവനിസ്റ്റ് എന്നുള്ള പേരാണുള്ളത്. അപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം മോശമാണ് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയത്? പുള്ളി ഒരു മെയിൽ ഷോവിനിസ്റ്റ് എന്നൊക്കെ ഉള്ള എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പുള്ളി ഒരു ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അവിടെ അകത്തുനിന്ന് തോന്നുമ്പോഴേ പുള്ളിക്ക് സുഖമില്ല. പുള്ളി സുഖമില്ലാത്ത മനുഷ്യൻ, ഒരു അറ്റാക്കൊക്കെ വന്ന മനുഷ്യനാണ് പുള്ളി. അവിടെ ഇപ്പം അതില നൂറക്ക് ഒരു ഇക്കാണ് പുള്ളിക്കൊരു നമ്മ പണ്ട് കളിയാക്കും അണ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അണ്ണൻകളി ഉണ്ട് പുള്ളിക്ക്, അത് പുള്ളിയുടെ ഒരു നേച്ചറാണ്. പക്ഷെ പുള്ളി ഇപ്പോൾ ജിസയിലായിട്ട് സംസാരിക്കാൻ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ജിസയിലിൻ്റെ അടുത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി വേറൊരു രീതിയിലാണ് പുള്ളി ഒരു സംസാരം. ജിസയിലിൻ്റെ അടുത്തൊക്കെ പുള്ളിക്ക് ഈ ഭയങ്കര സൗണ്ട് വെച്ചുമ്പോൾ വേണം. പിന്നെ ഫസ്റ്റ് തൊട്ടിൻ്റെ സൗണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് പുള്ളി. അല്ലാതെ നമ്മളായിട്ട് ഉടക്കാൻ വേണ്ടിയുള്ള കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊരു കോംബോ അല്ല ഗ്രൂപ്പല്ല. ഉടക്കേണ്ട സമയത്ത് ഉടക്കും. ഷാനവാസ് എന്താണ് അവസരവാദി എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പുള്ളി നമ്മളെ കുറ്റം പറയണ്ടെന്ന് പറയും. നമ്മളെ കുറ്റം പറഞ്ഞ ആൾക്കാർ കുറേ ഉണ്ടാവില്ല. കുറ്റം പറഞ്ഞാൽ നമ്മൾ കേൾക്കണല്ലോ, അത് നിങ്ങൾ ഗെയിമിൽ നിന്ന് കാണണല്ലേ. ഞങ്ങൾ മുൻപിൽ വന്നിട്ട് ഷാനവാസിനോട് എന്തുവേണമെങ്കിൽ സംസാരിക്കുക. അങ്ങനെ ഒരു വിഷയം ഷാനവാസായിട്ട് എനിക്കില്ല. അപ്പം അങ്ങനെ ഇപ്പം അഭിലാഷും ഞാനും ഷാനവാസായിട്ട് ഇടിവിടിട്ടുണ്ട് കുറേ പ്രാവശ്യം. ഷാനവാസിൻ്റെ ആ സാധനവും പിന്നെ ആ ടോട്ടൊക്കെ ഒരു ക്യാരക്ടറാണ് ഷാനവാസ് ഒരു എന്താ പറയുക, നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ ഇത്രയും വർഷമായിട്ട്. ഷാനവാസിന് അതിൻ്റെ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരു പ്രേക്ഷക അക്സെപ്റ്റൻസ് ഉണ്ട്. നമ്മളൊക്കെ അവിടെ ചെന്നിട്ട് ബിഗ് ബോസിലെ ഗെയിമേഴ്സാണ് അയക്കണം. ഷാനവാസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഷാനവാസിനെ എവിടെ വേണമെങ്കിലും കയറി പോവാം, അതുണ്ട് ഷാനവാസ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിൻ്റെ പേര്, ഷാനവാസ് ഇപ്പം ഞങ്ങൾക്ക് നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന എങ്ങനെയാണെന്നറിയില്ല, ഷാനവാസ് അനീഷായിട്ടുള്ള കോമ്പോ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഭയങ്കര ബോറിങ്ങാണ്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് അനീഷ് മറ്റേ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഞാനും അബീം പോലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല. അപ്പോൾ ഷാനവാസിന് അങ്ങനെ ഒരു അവസരവാദിയായിട്ട് നമ്മുടെ മുമ്പിൽ കുറ്റം പറയാൻ തോന്നുള്ളൂ. എൻ്റെ നേർക്ക് വന്ന് കുറ്റം പറയാൻ അവിടെ ആർക്കും ധൈര്യമില്ല, ആർക്കില്ല. ഈ പറഞ്ഞ പോലെ അക്ബറൊക്കെ പുറകെ നൂത്തണവനാണ്, അതൊക്കെ നമുക്കറിയാം. കഴുകാനൊക്കെയാണെന്നൊക്കെ ശവന്തീനി എന്നുള്ള പേരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ നേർക്ക് വരുമ്പോൾ നമുക്ക് അതുപോലെ കൊടുക്കാൻ പറ്റും. നേർക്ക് വന്ന് കളിക്കാനുള്ള ധൈര്യമില്ലാത്തവന്മാരാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷാനവാസ് ആയാലും നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഈ ലക്ഷ്മിയുടെ വിഷയത്തിൽ ലക്ഷ്മി താങ്കളോട് സോറി പറഞ്ഞു. എല്ലാ പുരുഷന്മാരും താങ്കൾ പറഞ്ഞിട്ട് തന്നെ ലോകത്തുള്ള പുരുഷന്മാരുടെ ഒക്കെ സോറി പറഞ്ഞു. പക്ഷേ ലക്ഷ്മിക്ക് പോസിറ്റീവായി. ലക്ഷ്മിക്ക് ഇവിടെ ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നിലവിൽ. എനിക്കറിയാം, ഞാൻ ഫോൺ നോക്കിയിട്ടില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയി. മസ്താനിനെ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിലേക്ക് മാറി. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, എന്താണെന്ന് പറയുക, സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന് വേണ്ട ഒരു അവസ്ഥയ്ക്ക് വരേണ്ട കാര്യമുണ്ടോ, എന്താണ് തോന്നുന്നത്? അത് ഓരോരുത്തരും അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഞാനിപ്പോൾ നിങ്ങൾ എൻ്റെ നിലപാട് നോക്കിക്കഴിഞ്ഞാൽ മസ്താനിയായിട്ട് അല്ലെങ്കിൽ ആ ഇഷ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും മസ്താനിനെ ഞാൻ പ്രൊട്ടക്ഷനിലായിട്ട് നിർത്തിയിട്ടുള്ളൂ. മസ്താനോട് മാറ്റി നിർത്തിയിട്ട് മസ്താനിൻ്റെ അടുത്ത് മസ്താനിയുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ. മസ്താനി പോയപ്പോഴും പുലികളിയുടെ സാധനം ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അപ്പാണിയൊന്നുമല്ല, അപ്പു ടുട്ടു നമ്മൾ കളിയാക്കുന്ന ടീംസാണ്. അവന്മാരിപ്പോൾ ഈ മസ്താനായിട്ടുള്ള പ്രശ്നം അവന്മാരുടെ പ്രശ്നം, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, വെറുതെ എടുത്ത് പഠിക്കില്ല. പിന്നെ ഈ പറഞ്ഞ നമുക്കറിയില്ല സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ. ഞാൻ ഫോൺ ഇപ്പം കിട്ടിയുള്ളൂ, എൻ്റെ അനിയൻ്റെയിലായിരുന്നു ഫോൺ, ഇപ്പം കിട്ടിയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ലക്ഷ്മീനെ എനിക്കൊരു ക്യാരക്ടറുള്ള ആളായിട്ട് തോന്നിയിട്ടില്ല. വെറും ഈ പറഞ്ഞ പോലെ ഞാൻ പറയില്ല, ഞാൻ ലക്ഷ്മിക്ക് ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കാണിച്ചെന്ന് അറിയില്ല. തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് പീസ് ഓഫ് വുഡ്, വെറും ഒരു മരക്കഷ്ണമാണ് ലക്ഷ്മി. അതായത് ലക്ഷ്മിനോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ വികാരമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരും പ്രശ്നത്തിൽ കയറിയിട്ട് ഇപ്പം അക്ബർ ശവന്തീനിയാണെന്നെങ്കിലും പറയാം, അതിനകത്ത് എന്തെങ്കിലും ഒരു ഉടായ്പ് കാണിക്കണവനാണെന്ന് പറയും. ഈ ലക്ഷ്മി വെറുതെ ഒരു ലക്ഷ്മിയുടെ സൗണ്ട് കേൾക്കണല്ലോ. എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ സൗണ്ട് ഇപ്പം ലക്ഷ്മി ഒരു ആദിലെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രശ്നം തന്നെ ഞങ്ങൾ കേൾക്കണത് ടി വി കാണിച്ചപ്പോഴാണ് വോളിയം കൂട്ടിയിട്ട്. ഏത് ഞങ്ങൾക്ക് കേട്ടില്ല, അത്രയ്ക്കും വേറെ ഒരു ലക്ഷ്മി വഴി തെറ്റി വന്നതാണ് അവിടെ. പിന്നെ ലക്ഷ്മിക്ക് എനിക്ക് തോന്നുന്നത് വല്ല ഇത്ര നിൽക്കണമെങ്കിൽ വലിയ ഹെവി PR കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ ലക്ഷ്മിക്ക് അവിടെ ഒരു കളി എന്ന് പറഞ്ഞ സാധനമില്ല. ഇന്നത്തെ എൻ്റെ വിക്ഷൻ എപ്പിസോഡിൽ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ തന്നെ ഒരു ആക്റ്റീവ് അല്ലാത്തതാണ്. അത്രയും തണുത്തൊരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ വെച്ചോണ്ടിരിക്കണ നാട്ടുകാരുടെ മനസ്സിലായി. എനിക്കറിയില്ല നാട്ടുകാർ എന്താണ് നോക്കണത്, എന്താ കണ്ടേക്കണത്. ലക്ഷ്മി ഇങ്ങനെ മറ്റേ രാജരവിവർമ്മയുടെ ഒരു ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ ഒരു മൂലക്ക് ഇരിക്കണ്ട, ഒരു മൂലക്കൊരു മുത്തിയമ്മ, അത്രേ ഉള്ളൂ ലക്ഷ്മി. മരക്കഷ്ണം എന്നാൽ അതിലെ ഒരു
ഒരു എന്താണ് അതിനെ പറ്റി പറയണ, ഞാൻ എനിക്ക് എന്ത് പറയണ ലക്ഷ്മിനെ പറ്റി. ലക്ഷ്മിയൊക്കെ അവിടെ ഉണ്ടാന്ന് തന്നെ അറിയില്ല. ഇങ്ങനെ വന്നിട്ട് ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് ചാടി ഇങ്ങനെ അവിടെ മറ്റേ തുള്ളി കിടന്നിട്ടൊക്കെ എൻ്റെ അടുത്തുള്ള പ്രശ്നത്തിൽ മറ്റേ ബാത്റൂമിലൊക്കെ വന്നിട്ട് മൈക്കില്ല മൈക്കില്ല. അത് തന്നെ ഇതിൽ വോളിയം ബൂസ്റ്റ് ചെയ്ത് കാണിക്കണം. ഞാൻ ആദ്യം കേൾക്കല്ല എന്താണ് നീ പറയണതാണ് ആദ്യം ചിന്തിക്കണം, പിന്നെയാണ് മനസ്സിലായി അതൊക്കെ എനിക്ക് ഇവിടെ വോളിയം ബൂസ്റ്റ് ചെയ്ത് കാണിക്കണം എന്ന് തോന്നുന്നു. അത് ഞാൻ പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിലാണ് ഇവള് ഈ പറഞ്ഞതൊക്കെ എന്താണെന്ന് ആ സമയത്ത് നമ്മൾ പ്രതികരിക്കും. ഇവള് കണ്ടാന്ന് നോക്കണം, ഇവള് കാണാത്ത കാര്യത്തിനൊക്കെ പോയി പറഞ്ഞതിൽ വെറും ചാണാപ്പുളി ഇത്രയും വഴിയേറ്റ് വന്ന എനിക്ക് മനസ്സിലായില്ല ഏഷ്യാൻ്റെ. അതായത് ഞാനിപ്പോൾ 62 ദിവസം ഉണ്ടായിരുന്നല്ലോ അവിടെ. ലക്ഷ്മി അവിടെ കയറിയിട്ട് എത്ര ദിവസമായി, അതായത് ബൈൽഡാടായിട്ട് ഒന്നല്ലേ 62 ദിവസം നിൽക്കുമെങ്കിൽ സംസാരിക്കുക ലക്ഷ്മിനെ പറ്റി, അല്ലാണ്ട് വെറുതെ ഈ മരക്കഷ്ണത്തെ പറ്റി സംസാരിച്ചിട്ട് കാര്യം. പിന്നെ മാത്രമല്ല ലക്ഷ്മിയൊക്കെ മറ്റേ പറഞ്ഞ പോലെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തവളാണ്. ഞാൻ പറഞ്ഞ മറ്റേ ഇതിൽ ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നത്, ഞാൻ വക്കീലാണെന്ന് പേടിച്ച് അവള് മുള്ളി. അത് കാരണം അവൾ വന്നിട്ട് പിന്നെ സോറി പറഞ്ഞത്, അല്ലാണ്ട് അവൾ സ്വന്തമായിട്ട് സോറി പറഞ്ഞ അവളല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ആ പറഞ്ഞപ്പോഴാണ് അവള് പേടിച്ചത്. ഈ പറഞ്ഞ പോലെ വെറും പേടിച്ചു കൂടിയാണ് ലക്ഷ്മിക്ക് അവിടെ വന്നേക്കണേ. ഞാൻ പറഞ്ഞ വഴിയേറ്റ് വന്നതാണ് ലക്ഷ്മിയൊക്കെ, ഒരു പിടിയില്ല എങ്ങനെയാണ് വന്നതെന്ന്, എന്ത് കണ്ടിട്ടാണ് കൊണ്ടുവന്നേക്കണെന്ന് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഇനി മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജിസേൽ ആര്യന്റെ അനുമോൾ ഒരു കാര്യം പറയുന്നു, അതിനുശേഷം അഭിലാഷ് പുറത്തിറങ്ങി എന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് സംശയമുണ്ട്. ആ ബന്ധത്തിൽ വേറെ അപ്പൊ ഞാൻ അഭിലാഷിനെ ഉടക്കിയല്ല, അഭിലാഷായിട്ട് ഓർമ്മയില്ല. അഭിലാഷായിട്ട് ഞാൻ അന്ന് അഭിലാഷായിട്ട് അപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാൻ നിൽക്കരുത്, ഞാൻ അനുമോളുടെ സൈഡിൽ നിൽക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് ആ രീതിയിലാണ് ഞാൻ അന്ന് അഭിലാഷായിട്ട് സംസാരിച്ചത്. അഭിലാഷിനെ പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതെന്ന് വെച്ചാൽ അഭിലാഷ് അനുമോളുടെ വാക്ക് കേട്ടിട്ടാണ് പറയണത്. അപ്പൊ പിന്നീട് അഭിലാഷിന് മനസ്സിലായി അഭിലാഷ് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള. ആ സമയത്ത് ഞാനും അഭിലാഷും ഫ്രണ്ട്സ് ആയതുകൊണ്ടേ ഞങ്ങൾക്ക് പറഞ്ഞ ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഇഷ്യൂല് ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് കേട്ടോന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2 മണിക്കൂർ രാത്രി അനുമോളൊരു ക്ലാസ് കൊടുത്തു. അനുമോളെ കുടുംബ പ്രഷർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമുക്കൊരു കുറേ കാര്യങ്ങൾ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞാൻ ചെയ്തത് ജിസേലിനെ ആര്യ തന്നെയാണ്. കാരണം അവർക്ക് ആ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാണുന്ന പറഞ്ഞാൽ അക്ബർ വളച്ചൊടിക്കണതാണ്. അതായത് ജിസേൽ തന്നെ പറയും, ജിസേൽ പറഞ്ഞിട്ട് അക്ബർ വളച്ചൊടിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട്. ആര്യനും ഞാൻ പറഞ്ഞില്ല, ആര്യനൊരു അനിയനെ പോലെ നമുക്ക് ആര്യനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ ഒരു ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ആരാണ് ജയിക്കണമെന്ന് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ ഈ ബിഗ് ബോസ് ആര് ജയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ അനീഷ് ജയിക്കണം. കാരണം അനീഷ് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് വന്ന ആളാണ്. അനീഷ് ആ ടെംപ്ലേറ്റിൽ തന്നെ നിൽക്കണേ. അനീഷിൻ്റെ കൂടെ എർത്ത് പിടിക്കാൻ വന്ന ആൾക്കാർ പലവരും ഉണ്ടാവും. അനീഷിൻ്റെ അടുത്ത് നിങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ 7 ഇത്രയും ദിവസം ഞാൻ നിന്നിട്ട് അനീഷായിട്ട് എൻ്റെ സംസാരം എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി, ഞാനും അനീഷും തമ്മിലുള്ള സംസാരം എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. അനീഷ് എന്നെ സ്ട്രോങ് ഗെയിമർ ആയതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യണം. അല്ലാതെ അനീഷ് അങ്ങനെ ഒരു പ്രശ്നം ഈ പറഞ്ഞ പോലെ ഞാനും അനീഷും തമ്മിൽ അനീഷ് എന്നോട് ഡൗട്ട് ക്ലിയർ ചെയ്യും, ഞാൻ സംസാരിക്കും, ഇതൊക്കെ ഉണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്താണ് ഈ മറ്റേ കുറേ ഈ നമ്മളൊരു എന്താണ് അതിൻ്റെ ഒരു കുറേ ടീം വന്നിട്ട് മറ്റേ അപ്പും ടുട്ടും കൂടി വന്നിട്ട് ഞങ്ങൾ കപ്പടിക്കാൻ വേണ്ടി വന്നേക്കണെന്ന് പറയുമ്പോൾ നമ്മ അടുത്ത് കപ്പെടുത്ത് കൊടുക്കാൻ വന്നേക്കണല്ല, അവിടെ നമ്മൾ നമ്മുടെ കളി കളിക്കാൻ വന്നേക്കണല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പു ടുട്ടുവിൻ്റെ കളി പൊളിക്കാന്നുള്ളതാണ് നമ്മുടെ മെയിൻ കളി. അപ്പോൾ അപ്പും ടുട്ടുവിൻ്റെ കളി പൊളിച്ച് അപ്പു നേരത്തെ വീട്ടിൽ പെട്ടിയും ബാക്കിയൊക്കെ പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ടുട്ടു ഉണ്ട് അവിടെ, മനസ്സിലായി. അപ്പോൾ ടുട്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പാട്ട് പാടിയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ടുട്ടു അല്ലാണ്ട് ടുട്ടു വേറെ കളിയൊന്നും ഇല്ല. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ടുട്ടു ഇനി എത്ര ദിവസം പോകണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ടുട്ടുടെ PR ഭയങ്കര ഇത്രയും പൈസ ഒന്നും നമുക്കില്ല PR വെക്കാൻ വേണ്ടി. ടുട്ടുടെ PR അവിടെ ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ അവിടെ മാതറക്കാറുണ്ട് ടുട്ടു. അപ്പോൾ ആ ടുട്ടു പറഞ്ഞ ടുട്ടു ജയിക്കുന്നതാണ്. അതിന് കൂടത്തുള്ള നടക്കണായിരുന്നു ആര്യനും ഈ ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മൾ പറയും നീ നിൻ്റെ കളി കളിക്കുന്നു, ഫസ്റ്റ് ആഴ്ച തന്നെ പറഞ്ഞു നീ നിൻ്റെ കളി കളിക്കുന്നു. അപ്പോൾ അത് തന്നെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടുട്ടുൻ്റെ ചിയർ ലീഡേഴ്സ് ആയിരുന്നു നമ്മുടെ പെങ്ങന്മാരാദ്യം ആദില നൂറ് എൻ്റെ സിസ്റ്റേഴ്സ്. അവരാ അവിടെ നിന്ന് പറഞ്ഞു മാറ്റി. പിന്നെ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അവര് മനസ്സിലാക്കി ഇപ്പൊ ടുട്ടു എന്താണെന്നുള്ള അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ധാരണ ഉണ്ട്. അവര് ചേട്ടന്മാരൊക്കെ മാറിയല്ല, അവരാണിപ്പോ ചേട്ടൻ ഞാനാണ്. അപ്പൊ ഈ പറഞ്ഞ എന്താണെന്ന് അതിന്റെ പേര് അത് അവരായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് നമുക്ക്. ഈ പറഞ്ഞ പോലെ ഈ ഒരു എന്താണ് ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഓരോരുത്തര് അവിടെ കളിക്കണത് സ്വന്തമായിട്ടൊരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ പുറത്താവും. ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന ആൾക്കാർ പുറത്താവും. അത് ആ ഗെയിമിന്റെ ഒരു രീതിയാണ്. ഇൻഡിവിജ്വൽ ഗെയിം അനീഷ് ഒരു ടെംപ്ലേറ്റ് പിടിച്ചേക്കണം. ഞാൻ പറഞ്ഞു അനീഷിനോട് എനിക്ക് ഞാനിപ്പോ ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ അനീഷ് ജയിക്കണം, അല്ലെങ്കിൽ നെവിൻ ജയിക്കണം, എൻ്റെ അനിയൻ ജയിക്കണം, അല്ലെങ്കിൽ അനിയനായിട്ടുള്ള ആര്യൻ. ഈ 3 പേരെ എനിക്ക് ജയിക്കാൻ താല്പര്യമുള്ള. പിന്നെ അനുമോള് പാവം. ഞാൻ പറയാം അനുമോള് നമ്മുടെ ഒരു ഞാൻ പറഞ്ഞപ്പോഴാണ് അനുമോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു എനിക്ക് എന്നായിട്ട് ഞാൻ അനുഭവമായിട്ട് പ്രശ്നമൊന്നുമില്ല. അന്നും ആ വിഷയത്തിൽ
അനുമോളെ കുറ്റപ്പെടുത്തിയപ്പോൾ എല്ലാ ലോകം മൊത്തം കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിന്റെ ഒരു നിലപാടുണ്ടല്ലോ, അത് തെറ്റാണ്. നീ അത് മാറ്റിയിട്ട് നീ ചിന്തിക്കുന്ന അവള് മനസ്സിലാവും. അവള് ഞാൻ ഇരുത്തി കുറെ ക്ലാസ് കൊടുക്കാറുണ്ട്. പിന്നെ അത് കൂടാണ്ട് അനുമോളായിട്ട് ഞാൻ എപ്പോഴും കിച്ചണിൽ ഫുൾ ടൈം ഇപ്പം ഉണ്ടാവും. കഴിഞ്ഞൊരു 3 ആഴ്ച ഞാൻ ക്യാപ്റ്റൻ ആയപ്പോഴും ഇനി പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കിച്ചൺ ടീമിലൊക്കെ അനുമോള് ഞാനും കൂടിയാണ് സംസാരിച്ച ചേട്ടാ ഇത് ചേട്ടാ. അത് നമ്മുടെ ഞാൻ പറയാം പെങ്ങൾ കൂട്ടത്തിൽ ഈ പട്ടാ ഗേൾസ് വിളിക്കും ഞങ്ങൾ. അതായത് അവിടെ പട്ടാ ഗേൾസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ അനുമോളിനെ ആദിലെ നൂറനെയാണ്. പിന്നെ ശൈത്യ ഉണ്ടായിരുന്നു. അഗൈൻ വൺ മോർ ശൈത്യക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇടി ഉണ്ടാക്കിയതും പിന്നെ ജയിൽ ടാസ്കിൽ പോയതും. അതില് മറ്റേ തെറി പറഞ്ഞ അഭിലാഷും ചെരിപ്പൂരി എറിഞ്ഞ ആര്യനും ജയിലിൽ പോയില്ല, ഞാനാണ് ജയിലിൽ പോയത്. എൻ്റെ ഏറ്റവും ടഫസ്റ്റ് ടാസ്ക് കിട്ടി ഈ പറഞ്ഞ പോലെ. പക്ഷെ അത് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ. അപ്പൊ എൻ്റെ ഒരു എന്താണ് അതിൻ്റെ പേര് ഒരു പ്രോഗ്രഷനിലൊരു ഭാഗമാണ് ഇവരൊക്കെ, ഈ ശൈത്യായാലും അനുമോളായാലും. അപ്പൊ അനുമോളൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അവളുടെ ഒരു ടെംപ്ലേറ്റ് പിടിച്ച ആൾക്കാരാണ്. അനീഷ്, അനുമോൾ, ഇവരൊക്കെ ഒരു ടെംപ്ലേറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ അവരപ്പ ഇൻഡിവിജ്വൽ ഗെയിമറാണല്ലോ. ഇപ്പൊ സാബുമോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഒരു പക്ഷേ. സാബുമോന് സാബുമാന് ഈ പറഞ്ഞ പോലെ ഒരു എന്താണ് അതിന്റെ പേര് അവന്റെ ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഒരു പ്രസൻസ് അവൻ അവിടെ ഫീൽ ചെയ്യിപ്പിക്കണ്ടാവും. നമുക്കറിയില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ആദ്യത്തെ ആഴ്ച എന്നോട് ആൾക്കാർ ചോദിക്കും എവിടെയായിരുന്നു ചോദിക്കും. അതവര് നമ്മളെ വിസിബിലിറ്റി പുറത്തെങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ. നമ്മളവിടെ ചെയ്യുന്ന ഉണ്ട് കുറെ കാര്യങ്ങൾ. പക്ഷെ ഈ പറഞ്ഞ പോലെ ചിലപ്പോ ടുട്ടൂലേക്കൊക്കെ ശ്രദ്ധ പോവും. ശരിക്കും ആദ്യത്തെ ആഴ്ചകളിൽ ഒണികളിൽ കിട്ടിയിരുന്ന വിമർശനമാണ് ഇപ്പൊ സാബുമോന് കിട്ടുന്നത്. ഒരു ബീൻ ബാഗിൽ മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. ബീൻ ബാഗ് പറയാൻ പറയല്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാരും ബീൻ ബാഗ് ഇരിക്കണം. പക്ഷെ അതിനുശേഷം നിങ്ങൾ ഗെയിമിൽ വ്യത്യാസം കൊണ്ടുവന്നു, അല്ലെങ്കിൽ താങ്കളടക്കം പല രീതിയിൽ. അതെ, അതാ അപ്പൊ അയാള് പുള്ളിയുടെ കളി കളിക്കണായിരിക്കും. പുള്ളിക്ക് പക്ഷെ ഒരുപാട് സമയം ഉണ്ടോ ഇല്ല എന്നുള്ളത് പുള്ളി മനസ്സിലാക്കണം. നമ്മളെ പറഞ്ഞാൽ നമ്മൾ ഗെയിം അപ്പാക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ലെവലിലാണ്. ഇപ്പൊ 7ന്റെ പണി എന്ന് പറഞ്ഞ ഫോർമാറ്റ് നമുക്കൊരു ഔട്ട് ഓഫ് സിലബസ് ആണ്. നേരത്തെ ബിഗ് ബോസ് പറഞ്ഞിട്ട് സിലബസ് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. 7ന്റെ പണി ഒരിക്കലും ഇല്ലാത്തൊരു ഫോർമാറ്റായിരുന്നു. സ്ക്വിഡ് ഗെയിംസിനായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റിയ രീതിയിലാണ്. അതായത് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് വസ്ത്രമില്ല, ഭക്ഷണമില്ല, കുറെ കാര്യങ്ങളുണ്ട് പഴയ ബിഗ് ബോസിൽ ഇല്ലാത്ത കാര്യങ്ങൾ. ഞങ്ങളൊക്കെ ക്ഷീണിച്ചില്ലേ, അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിച്ചു. അതായത് അങ്ങനെ അതാണ് ഈ ഗെയിം. അപ്പൊ അത് മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ ഒരിക്കലും ഇപ്പൊ ബിഗ് ബോസിനെ പറ്റി പരാതി ഉണ്ടാന്ന് വെച്ചപ്പോൾ ഞാൻ പറയാം സ്നേഹിച്ച് കൊല്ലരുത് ബിഗ് ബോസ് എന്ന് പറയാൻ. പരാതി ഇല്ല, നമുക്ക് ഗെയിം കളിക്കാൻ പോയിക്കണം. അപ്പൊ നമ്മുടെ ഗെയിം കളിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം ഇരിക്കണം. എല്ലാവർക്കും അവരവരുടെ സൗകര്യത്തിന് ഗെയിം കളിക്കാനാണെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് കളിച്ചാൽ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സാബുമാന്റെ കളി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇതായിരിക്കും അവന്റെ കളി. ഞാൻ സാബുമാനെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ ഒരു നമ്മ പുറത്തുനിന്ന് കളി കാണാത്ത ആളായതുകൊണ്ട് സാബുമാൻ അവിടെ എന്തെങ്കിലും ഒരു പ്രസൻസ് ഫെയിൽ ചെയ്യണമെന്ന് നോക്കി നമ്മൾ നോക്കുമ്പോൾ സാബുമാൻ ലക്ഷ്മിനെ പോലെ പോയിട്ട് എല്ലാ പ്രശ്നത്തിലും പോയിട്ട് ശശിയാവണല്ല. ചിലപ്പോൾ ശശിയാവാണ്ട് മാറിയിരിക്കണായിരിക്കും സാബുമാൻ്റെ ഗെയിം. മനസ്സിലായി? പോയിട്ട് എല്ലാത്തിലും പോയിട്ട് മറ്റേ ഷാനവാസിന്റെ ബിന്നിയുടെ പ്രശ്നത്തിൽ പോയി തലയിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നീ എന്തിനാണ് ശശിയാവാൻ വന്നത്? മനസ്സിലായ? അപ്പൊ അതേപോലെ ഒരു എന്താണ് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സാബുമാൻ. ബിന്നിയുടെ ഗെയിംസിനെ കുറിച്ച് എന്താ പറയാ? എന്തോ ബിന്നി എന്ന് വെച്ചാൽ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അതാ അവരിട്ട ടുട്ടും പിള്ളേരും ഇട്ടേക്കണ പേരല്ല. ഞാൻ ബിന്നിയുടെ ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും ബിന്നിപ്പോ എന്താണ് ബിന്നി ഞാൻ നേരത്തെ പറഞ്ഞു ബിന്നി ഒരു കുലസ്ത്രീ മോഡാണ് ബിന്നിയുടെ കളി. പക്ഷെ ബിന്നി ടാസ്ക് ഒക്കെ സൂപ്പറായിട്ട് ചെയ്യും. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിന്നി വുമൺ അതായത് ലേഡി ഗെയിമേഴ്സിൽ ഏറ്റവും സ്ട്രോങ് ടാസ്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ബിന്നിക്ക് ഇപ്പൊ ക്യാപ്റ്റൻസി കിട്ടിയാലും ബിന്നിക്ക് മറ്റേ നോമിനേഷൻ ഫ്രീ ആയാലും ബിന്നി കളിച്ച് നേടിയെടുത്താണ്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആള് നന്നായിട്ട് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ ബിന്നിയുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നി കളിക്കട്ടെ. ബിന്നി കളിച്ചു കഴിഞ്ഞാൽ ബിന്നി മുന്നോട്ട് പോകും. ഈ ഫാമിലി വീക്കിലേ ഫാമിലി വന്നപ്പോ ബിന്നിന്റെ ഫാമിലിക്കാണ് കൂടുതൽ നല്ല അഭിപ്രായം, നല്ല അടിപൊളി നല്ല സ്വഭാവമാണ് എന്നൊക്കെ രീതിയിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു ഫാമിലി? ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് ഫാമിലി വീക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഞാൻ ഫാമിലിയിലേക്ക് എത്തി. അപ്പൊ ഫാമിലി വീക്കിന് കണ്ടപ്പോ എന്റെ മമ്മീനെ അനിയനെ കാണാൻ പറ്റിയ സന്തോഷം വേറെ തന്നെ. ഞാൻ അവളെ പേടിപ്പിച്ച് അവിടെ നിർത്തിയല്ല. ഡിഫമേഷൻ ഞാൻ നീക്കിട്ട് തള്ളും. അത് ഞാൻ എന്തായാലും പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. അവളെ ഫേക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി നടക്കാം. അപ്പൊ അവൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞാല് ഈ ചിലവന്മാര് വന്നിട്ട് ഈ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടൂലേ, കമന്റ് ഇട്ടിട്ട് പിന്നെ അവൻ പോവും മുങ്ങിക്കളയും. പിന്നെ അതിന്റെ അടിയിൽ വേറെ ഒരു 1000 പേര് തല്ലുപിടിക്കും. അപ്പൊ ഈ പറഞ്ഞ അതുപോലത്തെ ഒരു സ്വഭാവം റിയൽ ലൈഫിൽ കാണിക്കണോ ലക്ഷ്മി ഒരു ബോധമില്ലാത്ത വർത്താനം. അത് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ വന്നിട്ട് ഇവള് ശശിയാവും, ഇപ്പോഴും ശശി ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ അവള് എന്താണ് അവളുടെ ഗെയിം നമ്മൾ വഴിയേറ്റി വന്നവളാണ്. അപ്പൊ അതുപോലത്തെ അവളൊക്കെ ഈ ഫേക്ക് അലിഗേഷൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മളെ പറ്റി അവളൊരു പുരുഷ വിരോധിയാണ്. അവള് മിസ്ആൻഡ്രിസ്റ്റ്. അതായത് മിസ്ആൻഡ്രി എന്ന് പറഞ്ഞാൽ പുരുഷ വിരോധം. ഞാൻ മലയാളികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേമാണ് അതവിടെ.
അതായത് എപ്പോഴും ഈ പുരുഷ വിരോധികൾ എന്ന് പറഞ്ഞവർക്ക് ഒരേ ലൈനുള്ളൂ. അപ്പോൾ അവര് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല, ഫസ്റ്റ് ടൈം കാണുന്നില്ല. പുരുഷ വിരോധി വിരോധം ഫെമിനിസമാണെന്ന് കരുതി നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇവളാണ് ആദ്യം വന്നിട്ട് ജിസേലിന്റെ മാരിന്റെ പുതപ്പുകളിയൊക്കെ പറഞ്ഞ് മുണ്ടാണ്ടിരുന്ന വെച്ചവള്. അപ്പൊ ഇവളാണ് ഫെമിനിസ്റ്റ്. ഇവളെ പിടിച്ച് കാർക്കിച്ച് തുപ്പാന്ന് തോന്നുന്നു. എനിക്ക് അവളോട് യാതൊരു റെസ്പെക്റ്റ് ഇല്ല. അതായത് ഇത്രയും ഒരു വൃത്തികെട്ട അരോചകമായ കണ്ടസ്റ്റന്റ്. അതായത് ഇവള് പറയണത് മൊത്തം അവരാതും. ഇവള് വന്നിട്ട് അവിടെ കാണിക്കണം പറഞ്ഞാൽ ഇവളുടെ സൗണ്ട് വന്നപ്പോൾ നമുക്ക് കേൾക്കില്ല. ഇവള് പറയണെന്താന്ന് ഇവളിവിടെ ജീവിച്ചിരിപ്പണെന്ന് അറിയില്ല. എന്നിട്ട് അതിനിടയ്ക്ക് വന്നിട്ട് ഇവളുടെ കൊച്ചിന്റെ ഡ്രാമ ഉണ്ട് കുറച്ച് കൂടുതലായിട്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇവള് ഭയങ്കര ഇവള് വലിയ ഗെയിമറാണെന്നാണ് ഈ പുറത്തുള്ള ആൾക്കാർക്ക് തോന്നണം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് എന്ത് രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇപ്പൊ നിങ്ങൾ നേരത്തെ സാബുമാനെ വീക്ക് ഗെയിമർ എന്ന് വിളിച്ചില്ലേ, എന്റെ അഭിപ്രായത്തിൽ അവിടെ വഴിയിട്ട് വന്നത് ലക്ഷ്മിയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു മരക്കഷ്ണം. ലക്ഷ്മിയുടെ ഫാമിലി വീക്കില് ലക്ഷ്മിനെ കുറച്ച് വിയോജിപ്പ്, അതായത് ലക്ഷ്മി കുട്ടീനെ കാണാൻ സമ്മതിച്ചില്ല എന്നുള്ളത്. അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, ഇവിടെ നമ്മുടെ ഗ്ലെന്നുണ്ട്, നമ്മുടെ കൂട്ടുകാരൻ ഗ്ലെന്നിന്റെ ചേച്ചിയുടെ മോളുണ്ട്. അതായത് മറ്റേ നമ്മുടെ ലിവു എന്റെ പ്രൊമോ വീഡിയോയിൽ വന്നപ്പോ അവർ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞത് റൂൾസ് ആണ്. 5 വയസ്സിൽ താഴെ പിള്ളേരെ കാണിക്കാൻ പാടുന്നു ലീഗലി, മനസ്സിലായോ? അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് അപ്പൊ അത്രക്കും ബോധം വെക്കില്ലേ. അതായത് ഇത് റൂൾസ് ആണ്. ബിഗ് ബോസിലെ പ്രൊമോക്ക് വന്നപ്പോ അവര് ചെയ്ത സാധനമാണത്. ഇപ്പൊ ഫാമിലി വന്നതിന് പോയതിനു ശേഷം അതിലെ നൂറാനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് അവരെ കൂട്ട് പിടിച്ചിട്ട് ഷാനവാസിനും മനീഷിനെതിരായിട്ട് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ ഒരു പക്ക ഫേക്ക് ആയിട്ടുള്ളൊരു അലിഗേഷൻ പറയുക, അതിനുള്ള റീച്ച് ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഇത്. ബ്രോ, ഫേക്ക് എന്ന് പറഞ്ഞ ഗെയിമർ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ജിസേലിനെയും ആര്യനെയും തെറി പറഞ്ഞ അവള്, പിന്നെ വന്നിട്ട് അവള് മറ്റേ ജിസേലും ആര്യൻ്റെ കൂടെ എടുത്തു പിടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം ആദിലെന്ന് പറയുന്നത് അവള് മറ്റേ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞ് വീട്ടിൽ കയറ്റുള്ളൂ. എന്നിട്ട് പിന്നെ അവളുടെ അമ്മ വന്നിട്ട് പറഞ്ഞാൽ അവര് സിറ്റ് ഔട്ടിലിരിക്കാം. ആക്ഷേപം മനസ്സിലായി, അത് കേട്ടില്ലേ, സിറ്റ് ഔട്ടിലിരിക്കാം. അപ്പൊ ഇതൊക്കെ പറയണ അവള് പിന്നെ ഈ കാണിക്കണ എന്ത് കളിയാണ്? അത് ഫേക്കല്ല. അവള് ശശിയാണ്, വെറുതെ ശശിയാവുമ്പോൾ അത്ര ഉള്ളു. ഞാൻ പറയാം ഫേക്ക് എന്നൊക്കെ പറഞ്ഞൊരു ഗെയിമർ ആയിരിക്കും. അപ്പൊ ബിന്നിനൊക്കെ ഫേക്ക് ഗെയിമർ എന്ന് പറയാം. ഹൈജീന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ തീരെ ഹൈജീൻ ഇല്ലാത്ത കാര്യങ്ങൾ. അവക്കൊരു ഗെയിം ഉണ്ട്, ഇവർക്ക് എന്താണ് ഗെയിം? ഇവള് വെറും ശശി. അപ്പൊ ഈ ബിഗ് ബോസ് ഏറ്റവും റോസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഈ ലക്ഷ്മിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വഴി തെറ്റി വന്നെന്ന് പറയുള്ളൂ. മോശം കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എന്താണ് അതിലൊരു മോശം അല്ലെങ്കിൽ എന്താണ് ഗുഡ് എന്നൊക്കെ ആൾക്കാർ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞ വഴി തെറ്റി വന്ന കണ്ടസ്റ്റന്റ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു ഗെയിമർ പോലും ഇല്ല. ഈ പറഞ്ഞ പോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു എതിരാളി എന്നൊക്കെ തോന്നണമല്ല. ഈ അലിഗേഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ സോറി ആക്സെപ്റ്റ് ചെയ്യാൻ ഞാറൊന്നാണ്. ഒരു കാര്യം ചെയ്ത് ഒരാളെ കുത്തിക്കൊന്നിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമാണ്. ലക്ഷ്മി ഔട്ടാണെന്നുണ്ടായിരുന്നു. ഏത് എനിക്ക് ലക്ഷ്മി ഒരു എതിരാളിയായിട്ട് തോന്നില്ല. ലക്ഷ്മി അവിടെ ഇരിക്കണമെങ്കിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അത് അവള് ആദ്യശത്തിലല്ലേ, അപ്പൊ അവള് ശശിയായി. അതാ ബിഗ് ബോസിനെ ആക്കി കൊടുത്തില്ലേ. എനിക്ക് അത്ര കോൺഫിഡൻസ് ഉള്ള, അതായത് ഇത് അവിടെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, സോറി പറയേണ്ട എന്നോടല്ല, സോറി പറയേണ്ട ഓൾ മെൻ ബോൺ ഡെഡ് ടു ബി ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുരുഷന്മാരുള്ള ഇത്രയും വിരോധം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ എന്തിനാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അന്നത് അതിന് അവർ ആ നിലപാട്